എല്ലാവർക്കും ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബിജുമോൻ ഇമ്മാനുവൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് SIP എന്ന നിക്ഷേപ രീതിയെക്കുറിച്ചാണ്. മ്യൂച്വൽ ഫണ്ട് SIPയിൽ നിന്ന് വർഷങ്ങൾ കൊണ്ട് ഉയർന്ന നേട്ടം ലഭിക്കുന്നതിൻ്റെ കാരണം എന്താണ്? SIPയിൽ നിന്ന് 20-25 വർഷങ്ങൾ കൊണ്ട് അവിശ്വസനീയമായ നേട്ടം ലഭിക്കുന്നത് ലോട്ടറി അടിക്കുന്നത് പോലെ ഭാഗ്യം കൊണ്ട് ചിലർക്ക് മാത്രം ലഭിക്കുന്നതാണോ? SIPയിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും ലഭിച്ചു എന്ന് പറയുന്നതിൻ്റെ മാത്തമാറ്റിക്സ് എന്താണ്? വിശ്വാസത്തിനും യുക്തിക്കും നിരക്കുന്ന സംഗതികൾ ഇവിടെയുണ്ടോ എന്നതാണ് ഞാനിവിടെ വിശദമാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് പറയാം. ഒരു കൂട്ടം നിക്ഷേപകരുടെ തുക ഒരു ഫണ്ട് ഹൗസ് വാങ്ങിയിട്ട് കൃത്യമായ പഠനത്തിൻ്റെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ഫണ്ട് മാനേജർ വിവിധ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നു. അതിൻ്റെ ലാഭവും നഷ്ടവും നിക്ഷേപകരുടെ തുകയുടെ ആനുപാതികമായി വീതം വെച്ച് ഓരോ നിക്ഷേപകനും നൽകുന്നു. ഇതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. ഇവിടെ നിക്ഷേപകന് വലിയ പഠനങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൻ്റെയും കമ്പനികളുടെ കെട്ടുറപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ ഫണ്ട് മാനേജർ നിക്ഷേപം നടത്തുകയോ പിൻവലിക്കുകയോ മറ്റ് കമ്പനികളിലേക്ക് മാറുകയോ ഒക്കെ ചെയ്തുകൊള്ളും. മ്യൂച്വൽ ഫണ്ടുകളിൽ ഒറ്റ പ്രാവശ്യം നിക്ഷേപം നടത്താതെ ആഴ്ചകളിലോ മാസങ്ങളിലോ കൃത്യമായ ഇടവേളകളിലോ ഒരു തുക വർഷങ്ങളായി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ SIP എന്ന് പറയുന്നത്. കൃത്യമായ ഇടവേളകളിൽ നിക്ഷേപം നടത്തുന്നതിനാൽ വിപണിയുടെ ഉയർച്ച താഴ്ചകളെപ്പറ്റി ചിന്തിക്കുകയോ വിലയിരുത്തുകയോ വേണ്ട. ആയതിനാൽ SIP തുടങ്ങുമ്പോൾ മാർക്കറ്റ് ഉയർന്ന അവസ്ഥയിലാണോ താഴ്ന്ന അവസ്ഥയിലാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. കാരണം മാർക്കറ്റ് ഏറ്റവും ഉയർന്ന അവസ്ഥയിലും മാർക്കറ്റ് ഏറ്റവും താഴ്ന്ന അവസ്ഥയിലും നമ്മൾ വാങ്ങലുകൾ നടത്തിയിരിക്കും. SIPയുടെ ഏറ്റവും ഉയർന്ന റിട്ടേൺ നൽകുന്ന പ്രധാന സംഗതി അതിൻ്റെ ആവറേജിങ് എന്ന പ്രതിഭാസമാണ്. ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ ഞാനിത് വ്യക്തമാക്കാം. ഒരു സെറ്റ് പേനയ്ക്ക് ഇന്ന് 100 രൂപയാണെന്ന് കരുതുക. 15 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സെറ്റ് പേനയ്ക്ക് 1500 രൂപ വരെ വില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് ചില പഠനങ്ങളിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ A എന്ന വ്യക്തി കുറച്ച് പേനയുടെ സെറ്റുകൾ വാങ്ങി വയ്ക്കുവാൻ ആലോചിക്കുന്നു. പക്ഷേ വലിയ തുക ഇപ്പോൾ നിക്ഷേപിക്കുവാൻ മാസവരുമാനം വെറും 300 രൂപ മാത്രമുള്ള Aക്ക് സാഹചര്യം അനുവദിച്ചില്ല. അപ്പോഴാണ് മാസം 100 രൂപ വീതമുള്ള SIP എന്ന രീതി ഇവിടെ പ്രയോഗിക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലായത്. അങ്ങനെ ചെലവുകളൊക്കെ ഒന്ന് ചുരുക്കി കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ എഴുതി അത്യാവശ്യ സാധനം മാത്രം വീട്ടിലേക്ക് വാങ്ങി ആശുപത്രി, കുട്ടികളുടെ വിദ്യാഭ്യാസം, യാത്ര ഒക്കെ ഗവൺമെൻറ് മേഖലയെ ആശ്രയിച്ച് 100 രൂപ മിച്ചം പിടിച്ചു. അങ്ങനെ 2024 ആഗസ്റ്റ് 1 100 രൂപയുടെ ഒരു സെറ്റ് പേനയുടെ SIP ചേർന്നു എന്ന് വിചാരിക്കുക. ഇന്ന് 100 രൂപ ആയതിനാൽ കൃത്യമായ ഒരു സെറ്റ് പേന ലഭിച്ചു. ഇങ്ങനെ അടുത്ത 15 വർഷം തുടരുകയാണെന്ന് വിചാരിക്കുക. ഒരു സെറ്റ് പേനയ്ക്ക് 200 രൂപ ആയപ്പോൾ അര സെറ്റ് പേന മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 4-ാം വർഷം ആയപ്പോഴേക്കും പേനയുടെ സെറ്റിന് 400 രൂപ വില ഉയർന്നു. അപ്പോൾ 1/4 സെറ്റ് പേന മാത്രമേ ലഭിച്ചുള്ളൂ. ഇപ്പോൾ വിറ്റാൽ ഉയർന്ന ലാഭം ലഭിക്കുമായിരുന്നിട്ടും വിൽപ്പന നടത്തിയില്ല. 7-ാം വർഷത്തിൽ പേനയുടെ സെറ്റിന് 500 രൂപയായി. അപ്പോൾ അതനുസരിച്ചുള്ള പേനയുടെ സെറ്റ് ലഭിച്ചു. ഇങ്ങനെ വില കയറിയും ഇറങ്ങിയും 10 വർഷം കടന്നുപോയി. അതത് മാസങ്ങളിൽ വിലയ്ക്ക് ആനുപാതികമായി പേനയുടെ സെറ്റ് ലഭിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 11-ാം വർഷം മറ്റു പല കാരണങ്ങളാൽ പേനയുടെ വില താഴുവാൻ തുടങ്ങി. ഇങ്ങനെ ഒരു വർഷം കടന്നുപോയി. അപ്പോൾ കൊറോണ കാലം പോലൊരു കാലം വന്നു. സ്കൂളുകളും കോളേജുകളുമെല്ലാം അടച്ചു. പേനയുടെ വില വീണ്ടും തകർന്നു. ചില ദിവസങ്ങളിൽ പേനയുടെ വില 25 രൂപ വരെ താഴ്ന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് 4 സെറ്റ് പേന ലഭിച്ചു. അന്ന് കടയുടെ ഉടമ പറഞ്ഞു, എങ്ങനെയെങ്കിലും 500 രൂപയോ 1000 രൂപയോ ഇപ്പോൾ മുടക്കി പേനയുടെ സെറ്റ് കൂടുതൽ വാങ്ങിക്കുക. ഈ അവസരം പിന്നീട് ലഭിക്കണമെന്നില്ല എന്ന്. പക്ഷേ അദ്ദേഹത്തിന് റിസ്ക് എടുക്കുവാൻ താല്പര്യമില്ലായിരുന്നു. SIP തുക മാത്രം അടച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ സ്കൂളുകളൊക്കെ വീണ്ടും തുറന്നു. കുട്ടികളൊക്കെ സ്കൂളുകളിൽ പോകാൻ തുടങ്ങി. പേനയുടെ സെറ്റിൻ്റെ വില അപ്പോൾ തന്നെ 500 ആയി. അങ്ങനെ 15-ാം വർഷം കഴിഞ്ഞപ്പോഴേക്കും പേനയുടെ ഒരു സെറ്റിന് വില 1100 വന്നു. അപ്പോൾ എ എന്ന വ്യക്തി
പേനയുടെ സെറ്റ് വിൽക്കുവാൻ, അതായത് റിഡംഷൻ ചെയ്യുവാൻ തീരുമാനിച്ചു. അദ്ദേഹം കടയുടമയ്ക്ക് തൻ്റെ കൈവശമുള്ള പേനയുടെ സെറ്റുകൾ കൊടുത്തു. കൈവശമുള്ള പേനകളുടെ സെറ്റിൻ്റെ എണ്ണം ഇൻറ്റു 1100 എന്ന രീതിയിലുള്ള ഉയർന്ന റിട്ടേൺ ലഭിച്ചു. അതായത് 50 രൂപയ്ക്കും 100 രൂപയ്ക്കും 25 രൂപയ്ക്കും 200 രൂപയ്ക്കും 400 രൂപയ്ക്കും 500 രൂപയ്ക്കും വാങ്ങിയതിനെല്ലാം 1100 രൂപ വീതം വെച്ച് തിരികെ ലഭിച്ചു. ഇതാണ് SIPയുടെ ആവറേജിങ് എന്ന പ്രതിഭാസത്തിൻ്റെ ഇഫക്റ്റ്. അതായത് മാർക്കറ്റിൻ്റെ വില നോക്കാതെ എപ്പോഴും ഒരേ തുക തന്നെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴത്തെ മാർക്കറ്റിൻ്റെ വിലയുടെ അനുപാതത്തിലുള്ള അളവ്, അതായത് യൂണിറ്റുകൾ ലഭിക്കുന്നത് കൊണ്ട് വിലത്തകർച്ച ഉണ്ടായാലും പിന്നീട് എപ്പോഴെങ്കിലും വിലയുടെ വർധനവ് നടക്കുന്നതിനാൽ അതിൻ്റെ ഗ്രാഫ് വർഷങ്ങൾ കൊണ്ട് മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ സാമാന്യ തത്വം. നിത്യജീവിതത്തിൽ ബന്ധപ്പെടുന്ന ഏത് സാധനങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഒരു സെറ്റ് പേനയെ താരതമ്യപ്പെടുത്താവുന്നതാണ്. ഇനി ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ SIPയുടെ മറ്റൊരു പ്രധാന സവിശേഷത അത് ക്യുമുലേറ്റീവ് ആണെന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടുകൾ എല്ലാം തന്നെ ക്യുമുലേറ്റീവ് ആണെങ്കിലും SIPയുടെ ക്യുമുലേറ്റീവ് എഫക്റ്റ് പെട്ടെന്ന് നമുക്ക് അനുഭവവേദ്യമാകും. 2 മീറ്റർ വളർന്ന ഒരു തേക്ക് മരം അത് വീണ്ടും വളരുന്നത് ആ 2 മീറ്ററിൽ നിന്നും തന്നെയാണല്ലോ. അതുപോലെ മ്യൂച്വൽ ഫണ്ട് ഗ്രോത്ത് ഓപ്ഷനിൽ 1,10,10,000 രൂപ ആവുകയാണെങ്കിൽ ആ 1,10,10,000 രൂപയിൽ നിന്നും തന്നെയാണ് വീണ്ടും വളരുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. ഒരു വ്യക്തി മാസം 10,000 രൂപ വീതം SIPയിൽ ചേർന്ന് 10 വർഷമായി എന്ന് വിചാരിക്കുക. വർഷം 1,20,000 രൂപ വീതം 10 വർഷം കൊണ്ട് 12 ലക്ഷം രൂപ നിക്ഷേപിച്ചു. അതിൻ്റെ വളർച്ച അപ്പോൾ 24 ലക്ഷം രൂപയെ ആയിട്ടുള്ളൂ എന്നും കരുതുക. ഇതിലും മികച്ച റിട്ടേൺ ആണ് പല ഫണ്ടുകളും കഴിഞ്ഞ് 10 വർഷം കൊണ്ട് നൽകിയത്. എങ്കിലും 24 ലക്ഷം രൂപ മാത്രമേ വളർന്നുള്ളൂ എന്ന് കരുതുക. അടുത്ത വർഷം മ്യൂച്വൽ ഫണ്ടുകൾക്ക് 10% മാത്രമേ വളർച്ച വന്നിട്ടുള്ളൂ എന്നും കരുതുക. അപ്പോൾ അടുത്ത വർഷം മ്യൂച്വൽ ഫണ്ട് വാല്യൂ കാണിക്കുന്നത് 24 ലക്ഷം, അതിൻ്റെ 10% വളർച്ച, അതായത് 2,40,000 അധികം ആ വർഷം അടച്ച SIP തുകയായ 1,20,000 അധികം അതിൻ്റെ 10% 12,000 ചേർത്ത് ടോട്ടൽ 27,72,000 രൂപ എന്നായിരിക്കും. അതിൻ്റെ അടുത്ത വർഷം മ്യൂച്വൽ ഫണ്ട് 20% വളർച്ച പ്രാപിച്ചാൽ അപ്പോൾ അതായത് 27,72,000 20%, അതായത് 5,54,400 രൂപയും ആ വർഷം മ്യൂച്വൽ ഫണ്ട് SIPയിൽ നിക്ഷേപിച്ച 1,20,000 അധികം അതിൻ്റെ 20% 24,000 കൂടി ചേരുമ്പോൾ ആ വർഷാവസാനം മ്യൂച്വൽ ഫണ്ട് വാല്യൂ കാണിക്കുന്നത് 34,70,400 എന്നായിരിക്കും. മാത്രമല്ല പിന്നീടുള്ള വർഷങ്ങളിൽ നെഗറ്റീവ് വളർച്ച സംഭവിച്ചാലും നമ്മൾ മാസാമാസങ്ങളിൽ SIP അടയ്ക്കുന്നതിനാൽ അതിൻ്റെ ആഘാതം കുറയുകയും ഈ അവസരത്തിൽ കൂടുതൽ തുക നിക്ഷേപിച്ച് അവസരം മുതലാക്കുകയും ചെയ്യാം. പിന്നീട് മാർക്കറ്റ് ഉയരുമ്പോൾ അതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടിയുള്ള വളർച്ച ലഭിക്കുകയും ചെയ്യും. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് വാല്യൂ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നാൽ മാത്രമേ വളർച്ചയുടെ ഈ എഫക്റ്റ് പെട്ടെന്ന് ബോധ്യമാവുകയുള്ളൂ. SIPയുടെ ഏറ്റവും വലിയ ഗുണം അത് SIP തുക കൂട്ടുകയോ കുറയ്ക്കുകയോ നിർത്തുകയോ ഹോൾഡ് ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം എന്നുള്ളതാണ്. 1-2 മാസം തുക നിക്ഷേപിക്കാൻ സാധിച്ചില്ലെങ്കിലും ആരോടും ഒരു ഉത്തരവും പറയേണ്ടതില്ല. ഇപ്പോൾ ഒരു വ്യക്തി 10,000 രൂപയുടെ SIP തുടങ്ങുകയാണെന്ന് വയ്ക്കുക. 20 മാസം കൊണ്ട് 2 ലക്ഷം രൂപ നിക്ഷേപിച്ചു. പെട്ടെന്ന് കുറേ സാമ്പത്തിക ആവശ്യം വന്നു. അതിനുള്ള തുക വേണമെങ്കിൽ പിൻവലിക്കാം. കുറച്ചു കാലം തുക അടയ്ക്കുവാൻ സാധ്യമല്ല എങ്കിൽ അത്രയും കാലത്തേക്ക് പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ 10,000 രൂപ എന്നുള്ളത് കുറച്ച് 500 രൂപ വരെയാക്കി താഴ്ത്താം. ഇനി തുടർന്ന് നിക്ഷേപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അടവ് നിർത്തി അടച്ച തുക അവിടെയിട്ട് വളർത്താം. SIP തുക വർദ്ധിപ്പിക്കണമെങ്കിൽ അങ്ങനെയുമാകാം. SIP തുടങ്ങുമ്പോൾ വിവിധ ഫണ്ടുകളിൽ വിവിധ ദിവസങ്ങളിൽ നിക്ഷേപിക്കുന്നതാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുവാൻ ഇടയാക്കുന്നത്. കൂടുതൽ ആവറേജിങ് നടക്കുവാൻ ഇത് ഇടയാക്കും. ഉദാഹരണം പറഞ്ഞാൽ 1-ാം തീയതി ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ട് കൊടുക്കാം, 5-ാം തീയതി മിഡ് ക്യാപ്പ് കൊടുക്കാം, 10-ാം തീയതി മൾട്ടി ക്യാപ്പ്, 15-ന് ഒരു എനർജി ഫണ്ട്, 20-ന് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ്, 25-ന് മറ്റൊരു സെക്ടർ ഫണ്ട്, ഇങ്ങനെ കൊടുക്കാം. വിവിധ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലാണ് SIP ചെയ്യുന്നതെങ്കിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത തരം ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒരു പ്രധാന കാര്യമുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. അക്കൗണ്ടിൽ തുകയില്ലാതെ വന്നാൽ
ചില ബാങ്കുകൾ ചെക്ക് ബൗൺസ് ചാർജായി 580 രൂപ വരെ എടുക്കാറുണ്ട്. അതിനാൽ മാസത്തിൽ പലതവണ SIP ചെയ്യുന്നവർ ബാലൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. SIPയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും തുക പിൻവലിക്കാം. എങ്കിലും 10 വർഷത്തിനുള്ളിൽ തുക പിൻവലിക്കേണ്ടി വരുന്നത് നമ്മുടെ ഭാവി വരുമാനത്തിനാണ് കത്തിവെക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം ഒരു തേക്ക് മരം വളർന്നു വരുമ്പോൾ അതിൻ്റെ തലഭാഗമോ ശിഖരങ്ങളോ വെട്ടിവിറ്റാൽ അത് പിന്നെ അത്രയും വളരുവാൻ പിന്നെയും കൂടുതൽ സമയം എടുക്കുമല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും. അഥവാ SIPയിൽ നിന്ന് ആരംഭ കാലഘട്ടത്തിൽ കുറേ തുക പിൻവലിക്കേണ്ട സാഹചര്യം വന്നാലും പിൻവലിച്ച തുക തിരിച്ച് നിക്ഷേപിക്കുന്നത് ബുദ്ധിപൂർവമായ ഒരു തീരുമാനമാണ്. മാത്രമല്ല SIP ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് തിരിയുന്നതും വിദഗ്ധരുടെ അഭിപ്രായം തേടിയതിനു ശേഷമേ ചെയ്യാവൂ. ഒരു ഫണ്ട് ഉയർന്ന പെർഫോമൻസ് ആകുവാൻ കുറേ സമയമെടുക്കും. ആ സമയത്ത് നമ്മൾ ഫണ്ട് മാറ്റിയാൽ അതിൻ്റെ പ്രയോജനം ലഭിക്കാതിരിക്കുകയും ഫണ്ട് വളരുവാൻ കുറേ സമയമെടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും. ഫലത്തിൽ ഒരു ചെടിയുടെ വേര് പിടിച്ചോ എന്ന് അത് പറിച്ചെടുത്ത് നോക്കുന്നതിന് തുല്യമാകും ഈ നടപടി. ചില സെക്ടർ ഫണ്ടുകൾ 5-8 വർഷം യാതൊരു റിസൾട്ടും ഇല്ലാതെ വന്നിട്ട് പിന്നീട് ഏറ്റവും ഉയർന്ന റിസൾട്ട് നൽകിയിട്ടുണ്ട്. SIPയിൽ സ്വിച്ചിങ് നടത്തുന്നത് പലപ്പോഴും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. SIPയിൽ നിന്ന് ഉയർന്ന നേട്ടം ലഭിക്കുന്നതിനുള്ള മറ്റൊരു എളുപ്പവഴിയാണ് മാർക്കറ്റ് താഴുമ്പോൾ ഒരു മാസത്തെ SIP തുകയെങ്കിലും വീണ്ടും നിക്ഷേപിക്കുന്നത്. ഓരോ വർഷവും 10-20% ഇൻവെസ്റ്റ്മെൻറ്റ് തുക വർദ്ധിപ്പിക്കുക കൂടി ചെയ്താൽ ഉയർന്ന നേട്ടമുണ്ടാകും. ഒരു 10 വർഷത്തിനുള്ളിൽ SIPയുടെ ഗ്രോത്ത് എത്രയായെന്ന് ചികഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അത് പലപ്പോഴും ഗുണത്താക്കാളേറെ ദോഷം വന്നതായിട്ട് പലരുടെയും അനുഭവം കാണിക്കുന്നുണ്ട്. SIPയിൽ നിന്ന് പിന്നീട് നമുക്ക് SWP എടുക്കാവുന്നതാണ്. ഒരു മനുഷ്യൻ വിജയിയാകുന്നത് അവന് ഇപ്പോൾ എത്രമാത്രം വരുമാനം ഉണ്ട് എന്നതിലല്ല, മറിച്ച് ആ വരുമാനമൊക്കെ ഇല്ലെന്നായാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മറ്റൊരു വഴി ഇപ്പോഴേ കണ്ടെത്തി വയ്ക്കുന്നതിലാണ്. പലതുള്ളി പെരുവെള്ളം എന്ന പഴഞ്ചൊല്ല് പോലെ മാസം ഏത് ചെറിയ വരുമാനക്കാർക്കും ഒരു 200 രൂപയുടെയെങ്കിലും SIP തുടങ്ങുവാൻ സാധിക്കും. ചിന്താഗതി തന്നെ ഒന്ന് മാറ്റിയാൽ മതി. ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാനിവിടെ ഓർക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് 3 മക്കളുണ്ട്, പക്ഷെ 4 മക്കളുണ്ടെന്ന് ഞാൻ മനസ്സിൽ കരുതുന്നു. 4ാമത്തെ കുട്ടി എൻ്റെ SIP ആണ്. 3 മക്കൾക്കും മാസം എത്ര രൂപ ചിലവാകുന്നുവോ അത്രയും രൂപ SIPക്കും ഞാൻ നൽകും. അതിനാൽ പ്രായമാകുമ്പോൾ എൻ്റെ 3 മക്കൾ എന്നെ കൈവിട്ടാലും ഉറപ്പായും SIP എന്നെ സഹായിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ SIPയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും ഈ വീഡിയോ നിർമ്മിക്കുവാനും പ്രേരിപ്പിച്ചു. സാമ്പത്തിക ഉന്നതിക്ക് ചില തിരിച്ചറിവുകളും ദൃഢനിശ്ചയങ്ങളും ക്ഷമയും മാത്രം മതി. അതിനുള്ള ഏറ്റവും സുതാര്യവും വിശ്വസനീയമായതും തീർച്ചയായും മ്യൂച്വൽ ഫണ്ട് SIP തന്നെയാണ്. അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ലക്ഷപ്രഭുവോ കോടീശ്വരനോ ഒക്കെയായും നമുക്ക് കുടുംബത്തോടും തന്നോട് തന്നെയും രാജ്യത്തോടും കടപ്പാടുള്ള വ്യക്തികളായി മാറാം. കൂടുതൽ വരുമാനം ലഭിച്ചിട്ട് ഒരു SIP തുടങ്ങാം എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല. കാരണം ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഉള്ള വരുമാനം കൃത്യമായി ആസൂത്രണം ചെയ്ത് മുമ്പ് പറഞ്ഞ എന്ന വ്യക്തിയെപ്പോലെ ചെലവുകൾ മാത്രം ക്രമീകരിച്ച് ഏതൊരു വ്യക്തിക്കും SIP തുടങ്ങാം. ദൃഢനിശ്ചയം മാത്രം മതി. ഇനി മ്യൂച്വൽ ഫണ്ടിൻ്റെ ടാക്സിൻ്റെ കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഷെയർ പോലെ ലോങ് ടൈം ഷോർട്ട് ടൈം ടാക്സ് മ്യൂച്വൽ ഫണ്ടിനുമുണ്ട്. 365 ദിവസത്തിനുള്ളിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും തുക പിൻവലിച്ചാൽ ഏതാണ്ട് 1% എക്സിറ്റ് ലോഡ് വരും. പല ഫണ്ട് ഹൗസുകൾക്കും വ്യത്യാസമുണ്ടാകും. 365 ദിവസത്തിനുള്ളിൽ തുക പിൻവലിച്ചാൽ എത്രമാത്രം ലാഭം വന്നോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ 20% ടാക്സ് കൊടുക്കണം. 365 ദിവസം കഴിഞ്ഞാൽ 1,25,000 രൂപയ്ക്ക് മുകളിലുള്ള ലാഭത്തിൻ്റെ 12% നൽകണം. NRI കസ്റ്റമർക്ക് തുക പിൻവലിക്കുമ്പോൾ തുക പിടിച്ചിട്ട് മാത്രമേ അക്കൗണ്ടിൽ തുക തിരികെ നൽകുകയുള്ളൂ. അല്ലാത്തവർക്ക് റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ് കൊടുക്കേണ്ടതാണ്. SIPയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ചില പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മ്യൂച്വൽ ഫണ്ട് വിപണന രംഗത്തെ അറിവിൽ നിന്നാണ് ഞാൻ ഇക്കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ സ്നേഹിതർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമ്പത്തിക രംഗത്തെ പുതിയ അറിവുകൾ ഇവിടെ ഉണ്ടാകും. SIP ചേരുന്നതിനും സംശയങ്ങൾക്കും ഈ നമ്പറിൽ വിളിക്കുക. വിദേശ രാജ്യങ്ങളിൽ നിന്നും SIP ചേരാവുന്നതാണ്. അതിനുള്ള സഹായം ചെയ്യുവാൻ ഞങ്ങൾ ഏത് സമയത്തും തയ്യാറാണ്. ഡീറ്റെയിൽസുകൾ വാട്സപ്പ് വഴി നൽകിയാൽ മതി. ഇപ്പോൾ നിരവധി ആളുകൾ മ്യൂച്വൽ ഫണ്ട് SWP ഉപയോഗിക്കുന്നുണ്ട്.
എന്താണ് മ്യൂച്വൽ ഫണ്ട് SWP? പെൺകുട്ടികൾക്ക് വിവാഹ സമ്മാനമായി മാതാപിതാക്കൾ മ്യൂച്വൽ ഫണ്ട് SWP നൽകുന്നു. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ? അതാണ് അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നത്. വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം. ഗുഡ് ബൈ.